എന്നും ഇവിടെ നൈറ്റ് കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ്. അത് കഴിച്ച് മടുത്തപ്പോൾ ഞാൻ ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കൂടുതൽ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ 2 നേരം ഞാൻ ചോറ് തന്നെയാണ് നൈറ്റ്. ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലപ്പൊടിയാണ്. ഇതും കൊണ്ട് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇവിടെ ജാറെടുത്ത് അതിനകത്തേക്ക് ആ പൊടിയും പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഉപ്പും കൂടി ഇട്ട് ജസ്റ്റ് കട്ട കൂടാണ്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഒരു 30 സെക്കൻഡ് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചാൽ മാത്രം മതി. അങ്ങനെ അടിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 30 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അപ്പോഴത്തേക്കും അത് നല്ലപോലെ പൊങ്ങി സെറ്റായിട്ട് വരും. എൻ്റെ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് ഞാൻ മുട്ടക്കറിയാണ് വെക്കുന്നത്. ഈ കറിയുടെ റെസിപ്പി ഞാൻ ഇൻസ്റ്റയിൽ റീലിൽ കണ്ടതാണ്. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. കാരണം ഇത് കുക്കറിൽ ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ട വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ സവാളയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൈ കൊണ്ട് അരിയുന്നതാണ് ഇഷ്ടം. അങ്ങനെ എല്ലാം ഞാൻ ഒരു പാത്രത്തിൽ തന്നെയാണ് അരിഞ്ഞിടുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. അങ്ങനെ എല്ലാം കൂടെ അരിപ്പറക്കി കുക്കറിലേക്ക് ഇട്ടു. അങ്ങനെ ആവശ്യത്തിന് വേണ്ട ഉപ്പും ഗരം മസാലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അങ്ങനെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ചേർത്ത് അത് നേരെ കുക്കറിൽ അടുപ്പത്ത് കയറ്റി ഞാൻ സിമ്മിലിട്ട് 3 വിസിലടിപ്പിച്ചായിരുന്നു. അപ്പോഴത്തേക്കും കറിയൊക്കെ സെറ്റായിട്ട് വന്നു. പിന്നെ മുട്ട പൊടിഞ്ഞതും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തപ്പോൾ കറി സെറ്റായി. ഞാൻ നേരെ അപ്പം ചൂടാനായിട്ട് നിന്നു. അങ്ങനെ അപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കും. അങ്ങനെ അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചു.